ഹലോ ഹായ് നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങൾ അടുത്തതൊരു യാത്രയായിട്ടാണ് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ഇൻ ചെയ്യട്ടെ. റിജോഷും ഉണ്ട് കൂടെ. ഞങ്ങളുടെ ലഗേജ് ആക്ച്വലി നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ആദ്യം പോയി ഒന്ന് ചെക്ക് ഇൻ ചെയ്ത്. ഓൾറെഡി ചെക്ക് ഇൻ ചെയ്യാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഫൈൻ അടിക്കും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട 2 ആൾക്കാർ പോയിട്ട് 100 പൗണ്ട് അടിച്ച് കിട്ടി. അതുകൊണ്ട് ചെക്ക് ഇൻ ചെയ്യുക. നല്ല ക്യൂ ആണ്. നമുക്ക് ബാഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്കിനി 1.5 മണിക്കൂറും കൂടി ഉള്ളൂ കേട്ടോ. ഓക്കെ, ആദ്യം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചേച്ചി, യെസ്, ആർ യു റെഡി? യെസ്. ചേച്ചി ആദ്യമായിട്ട് ഇവിടെ ചോദിച്ചു നോക്ക്. ആർ യു റെഡി ലവി? ലവി വിചാരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയ ഫ്ലൈറ്റിലെത്തോതാ. ഓക്കെ, 13:30 ആയുള്ളോ? ബാഗ് പോയടാ, പോയി. അതെന്താ അങ്ങോട്ട് തിരിച്ചു വരുന്നത്? താങ്ക് യു. ആദ്യത്തെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്നും പാളി, പക്ഷെ രണ്ടാമത് ഈ അപ്പച്ചൻ ഞങ്ങളെ പാളാൻ സമ്മതിക്കൂല. അല്ലടാ, എന്താണ് ആദ്യം സംഭവിച്ചത് റിജോഷ്? കെട്ടുമ്പോ എപ്പോഴും ബാഗിന്റെ സൈഡിൽ കെട്ടണം, ഫ്രണ്ടിൽ കെട്ടണം. യെസ്, അതാ നമുക്കൊരു പാഠം. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. നോട്ട് ദി പോയിന്റ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണം, എന്നാലും ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരുള്ളൂ. എടാ, ഈ ട്രിപ്പിന് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു ലവി. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ലവിയാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്. എന്തൊരു ഉഷാറിലാ പോകുന്നത്. അമ്മ പിടിക്കാം, എന്നെ പോന്നെ അമ്മ പിടിക്കാതെ പിന്നെ ആര് പിടിക്കും? Come on Levi, ready, 1 2 3 start, go. So നമ്മുടെ ഗേറ്റ്. Oh yeah, what is that Levi? പ്ലെയിനോ? എവിടെ? അമ്മ കണ്ടില്ലല്ലോ പ്ലെയിൻ. പ്ലെയിൻ പറക്കുന്നുണ്ട്. ശരിയാട്ടോ, അവൻ്റെ കണ്ണിൽ ഇത് കണ്ടു. എനിക്ക് കണ്ണാടി പുറത്ത് നമ്മൾ വെക്കണം. വാ ടൈമായി, നമുക്ക് വേഗം പോവാം. അവൻ്റെ കണ്ണിൽ അത് പെട്ടെന്ന് പെട്ടു, എൻ്റെ കണ്ണിൽ വലുതായിട്ട് പെട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഗൈസ്. നമുക്ക് നടക്കാം. എങ്ങനെ? ഞാൻ നടക്കാം. 6 മണിയാണ്. ശേഖരന് വിശക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. കാരണം ദോശ എടുത്തിട്ടുണ്ട്. റെഡി, 1 2 3 ഗോ. നമുക്ക് 45 ആണ് കേട്ടോ. ഇല്ലടാ, അത് അസിസ്റ്റൻസ് ഉള്ളവർക്കാ. അപ്പൊ ഗൈസ്, നമ്മൾ പോകുന്നത് അയർലൻഡിലേക്കാണ്. ഹലോ റിജോഷ്, ഫസ്റ്റ് ടൈം അല്ലേ? നമ്മൾ 3rd ടൈമാണ്. എനിവേ, ഹായ് മോർണി. ലൈഫിനെ എവിടെ ഇരിക്കുന്ന കുഞ്ഞ്? അതെ, ഞാൻ വാഷ്റൂം പോയിട്ട് വരട്ടെ. കൊണ്ട് അവിടെ ഇരിക്കുവാണോ? കുഞ്ഞിൻ്റെ ഫുഡ് ഇതിനകത്തായതുകൊണ്ട് അമ്മ ഇവിടെ വെക്കുക കേട്ടോ. ഓക്കെ, അപ്പയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പയ്ക്ക് ഒരു ഉമ്മ എടുത്തേ. ഓക്കെ, ബെൽറ്റ് ഇടണം. അങ്ങനെയാണോ ബെൽറ്റ് ഇടുന്നത്? അല്ല, അത് കുഞ്ഞിൻ്റെ ബെൽറ്റ് അല്ലല്ലോ. കറക്റ്റ് ആക്കി. ഇല്ല, അമ്മ കറക്റ്റ് ചെയ്തു. ഒരു മിനിറ്റ്, അമ്മയുടെ പൊന്നിന്. യെസ്, ദേ ഇങ്ങനെ വെച്ച്. ആണോടാ? എന്താ തണുത്തിട്ടില്ലേ? ചെറുക്കൻ്റെ ഉറക്കം കണ്ടോ, പാവം. നമ്മളിന്ന് ചെന്ന് ഉടനെ തന്നെ പള്ളിയിലേക്ക് പോകണം. അതുകൊണ്ട് നേരെ ചെല്ലുക, ഫ്രഷ് ആവുക. ചർച്ചിൻ്റെ സർവീസ് എനിക്ക് തോന്നുന്നു അവിടെ 11:15 ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് നേരെ റെഡിയായിട്ട് പോകണം. എൻ്റെ ചെറുക്കൻ നല്ല ഉറക്കം കേട്ടോ. ഇവിടെ വന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക തല. പാവം, ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇരുത്താൻ പാടില്ല. അവർക്ക് കിടത്താനുള്ളൊരു ഓപ്ഷൻ കൊടുക്കും. ഇപ്പം വ്യൂ അടിപൊളിയാട്ടോ, സൂപ്പറല്ലേ? അടിപൊളിയായിട്ട്. ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ മഴയായിരുന്നു. ഇന്നത്തെ ഒരൊറ്റ ദിവസമാണ് മഴയില്ല.
manage your holidays and start planning your next getaway. So on behalf of the എൻ്റെ ചെറുക്കൻ സ്റ്റിൽ ദേ പാതി ഉറക്കത്തിലാണ്. ഞങ്ങൾ ദേ ബാഗേജിന് വെയിറ്റ് ചെയ്യാണ്. റിജോഷ് വാഷ്റൂമിലൊന്ന് പോയി. ലേവിക്കുട്ടിൻ്റെ ഡയപ്പറൊക്കെ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം അല്ലേ. ഓ സ്ലീപ്പി, നമുക്ക് പള്ളി പോണ്ടേ? ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിബിൻ ബ്രദർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ചർച്ചും കൂടെ ഉള്ളത് കാരണം ആകെ മൊത്തം ടൈറ്റായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലെത്തി. ലെവിക്കുട്ടൻ നല്ല ഉറക്കമാണ്. ഞാൻ ആക്ച്വലി റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇനി എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്യണം. ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് നമ്മുടെ RV Threads UKയുടെ ഒരു ഡ്രസ്സാണ്. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഹൈനെക്ക് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് ഡാർക്ക് ഗ്രീൻ, അതായത് എന്താ പറയുക, ചാണക പച്ചയല്ല, ഒരു പച്ചയിലാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി ഇതിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ അവരുടെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് താങ്ക് യു സോ മച്ച് റീമ ചേച്ചി. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഒരു ചെറിയ ബിസിനസ്സാണ്. ചേച്ചി ഒത്തിരി ചുരിദാർസ് എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 വ്ളോഗിൻ്റെ മുമ്പിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. എനിവേ എൻ്റെ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഞാനൊന്ന് റെഡി ആവട്ടെ. റിജോഷ് ദേ ദോശയും സാമ്പാറും ഒക്കെ കഴിക്കുന്നു. അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഫാസ്റ്റിംഗ് ആണ്. ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേ ഇന്ന് എൻ്റെ തീരും. അപ്പോൾ പള്ളിയിൽ സർവീസ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു ബിബിൻ. നമ്മൾ ആദ്യമായിട്ടാണ് അയർലൻഡിൽ സർവീസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞായറാഴ്ച ദിവസം ട്രാവൽ ചെയ്യാറുമില്ല, വർക്ക് എടുക്കാറുമില്ല. പക്ഷേ നമുക്ക് നാളെ എന്തായാലും ഈ വർക്ക് ചെയ്യണം. ബിക്കോസ് നെക്സ്റ്റ് ഡേ നമുക്ക് ലെസ്ട്രി പോകണം. കാരണം മമ്മിയും ഡാഡിയും വരുവാണ്. എനിക്ക് അക്കയുടെ വണ്ടി എടുത്തിട്ട് വേണം പിന്നെ അവരെ പിക്ക് ചെയ്യാൻ പോകാൻ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ ഇനി അങ്ങോട്ട് ബിസിയാണ്. അതിനുശേഷം അതിൻ്റെ നെക്സ്റ്റ് ഡേ ബാപ്റ്റിസം ഉണ്ട്. അതാരുടെയാണെന്നുള്ളത് വീഡിയോയിലൂടെ തന്നെ കാണാം. മമ്മിക്കും ഡാഡിക്കും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. മമ്മിയും ഡാഡി ഈ ടിക്കറ്റ് എടുത്തത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഇവിടുന്ന് പോയ സമയത്ത് ഓൾറെഡി എടുത്തതാണ്. പക്ഷേ ബാപ്റ്റിസം ടിനുപാസിനെ കറക്റ്റായിട്ട് ആ ഡേറ്റിൽ തന്നെ അവർ വരുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ. അതാണ് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ മമ്മി ഡാഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്നത്. അവർക്ക് ഇതിൽ കൂടുതൽ പ്രൗഡ് മൊമെൻ്റ് ഇല്ല. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസവും. ഞാൻ സൺഡേ ടിക്കറ്റ് എടുത്തപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചതേമേ എനിക്ക് പള്ളിയിൽ എവിടെയെങ്കിലും പോകണമെന്ന്. പക്ഷേ നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബിബിൻ പറയുന്നത് നമ്മുടെ പള്ളിയുണ്ട്, സർവീസ് അറ്റൻഡ് ചെയ്യാം, വിശ്വാസത്തിലുള്ള ഒരാളാണ് എന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ദൈവം എല്ലാ കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്യണ്ട എന്നെനിക്ക് ഒത്തിരി കാര്യങ്ങളെ മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഫാസ്റ്റിംഗ് എടുക്കാൻ നേരത്തും വർക്കിൻ്റെ സമയത്ത് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഞാൻ ഭയങ്കര ടയർഡാണ്, കാരണം നമ്മൾ സംസാരിക്കുകയല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും കുക്ക് ചെയ്യും എല്ലാം ചെയ്ത്. പക്ഷേ എനിക്കത് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ഇല്ലേ, അത് വേറെ തന്നെയാണ് കേട്ടോ. ഫാസ്റ്റിംഗ് എടുത്ത് നിങ്ങളുടെ പ്രെയർ വിഷയം നിങ്ങൾ വെച്ചിട്ടുണ്ടോ, ദൈവം തമ്പുരാൻ അത് നടത്തി തന്നിരിക്കും എത്ര വൈകിയാലും. ഞാൻ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. എല്ലാ ആഴ്ചയിലും ഞാൻ ഫ്രൈഡേ എടുക്കാറുണ്ട്. പക്ഷെ മാസത്തിൽ എൻഡ് ആകുമ്പോൾ ഞാൻ 3 ദിവസം എടുക്കും. പക്ഷേ ഈ ജൂൺ മാസത്തിൽ ഞാൻ എല്ലാ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ വേഗം ഒന്ന് റെഡി ആവട്ടെ. ഓക്കെ, റെഡി ആയിട്ട് ഇറങ്ങി. പക്ഷേ മഴ വീണ്ടും കാരണം ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് മഴ സൂപ്പറല്ലേ, ലൊക്കേഷൻ അടിപൊളിയല്ലേ. ഇതാണ് കേട്ടോ. നമ്മളിനി വൈകുന്നില്ല, നേരെ പള്ളിയിലേക്ക് പോകാം. താങ്ക് യു. പാസ്റ്റർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ആദ്യം വന്നായിരുന്നില്ല കലക്ക് മുമ്പ് കേട്ടോ. ഭയങ്കരമായിട്ട് അനുഭവമായിരുന്നു. അതായത് ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, എല്ലായിടത്തും പോകാറുണ്ട്. പക്ഷെ കുറെ കാര്യങ്ങൾ എനിക്ക് ഉള്ളിലേക്ക് ലൈക്ക് എന്താ പറയാ, പാസ്റ്റർ പറഞ്ഞ പ്രകാശമായിട്ട് വെളിച്ചമായിട്ട് കുറെ ഹൈലുണ്ടായിരുന്നു, മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം മാറി മുന്നോട്ട് വന്നു. ഭയങ്കര സന്തോഷം. ചേച്ചിയോട് ഞാൻ ലണ്ടനിൽ പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കുറച്ചുകൂടെ ഇംഗ്ലീഷ് ടച്ചാണ് വരുന്നത് മൊത്തം. പക്ഷെ മനസ്സ് തോന്നുന്നു നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന
ഇന്ന് കണ്ടപ്പോഴത്തേനും അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആരും ആരെയും നോക്കുന്നില്ല, നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നതിന് വളരെ അനുഭവമായിട്ട് എനിക്ക് തോന്നി. അതിന് ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സന്തോഷം. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ റിജോഷിൻ്റെ ഒരു ടെസ്റ്റിമോണി കേൾക്കുന്നത്. അവനും എൻ്റെ കൂടെ പല ടൈം ഹിൽ സോങ്ങിൽ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഒരു മലയാളം സർവീസ് അറ്റൻഡ് ചെയ്യുന്നത്. ചർച്ച് സർവീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം യൂത്ത്സിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. വേറെ ആരുടെ അല്ല, നമ്മുടെ പാസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്നത്തെ ദിവസം. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫാസ്റ്റിങ് സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബ്രെഡും ചിക്കൻ സ്റ്റൂ ആയിരുന്നു. ചിക്കൻ സ്റ്റൂ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു ഇതിൻ്റെ റെസിപ്പി ആരാണിത് ഉണ്ടാക്കിയെന്ന്. പള്ളിയിലുള്ള ഒരു ചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ലെവിക്കുട്ടിന് തിരിച്ച് വീട്ടിൽ വരണം എന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, കാരണം പള്ളിക്കിടന്ന് നന്നായിട്ട് ഉറങ്ങിയല്ലോ, ജെറ്റ് ലാഗ് ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അല്ലായിരുന്നു, നല്ല ടയേർഡായിരുന്നു കേട്ടോ. ലെവിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കിട്ടി, അതുകൊണ്ട് തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുമായിരുന്നു. പള്ളിയിലുള്ള എല്ലാവരെയും കണ്ട് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാണാൻ പറ്റും, ഒത്തിരി സന്തോഷം. താങ്ക് യു. ഫസ്റ്റ് നാട് കോട്ടയം, സിസ്റ്ററിന്റെ നാട് അല്ലേ തൃശ്ശൂർ അല്ലേ? ഓക്കെ. ഫാമിലി ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഇത് ഫസ്റ്റിന്റെ ഒരു മോനാണ്. എനിക്ക് ഇടയ്ക്കൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തന്ന ആളാണ്. താങ്ക് യു. എന്താ മോൻ്റെ പേര്? ജെയ്സൺ. ഓക്കെ, ബ്ലെസ് യു മോനെ. അപ്പം താങ്ക് യു. ബൈ. ലെവിക്ക് ബ്രെഡ് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചിക്കൻ സ്റ്റൂ മാത്രം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ചിക്കൻ കൊടുത്തപ്പോഴും അവന് വേണ്ടാന്ന് കാണിച്ചു. അവന് ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് രാവിലെ ലണ്ടനിൽ നിന്ന് വന്നത്. എന്നാലും സ്മിത ഇവിടെ നല്ല മീൻകറിയും ചോറും തോരനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അത് അവന് കൊടുത്തതിന് ശേഷം നാളത്തേക്കുള്ള ഷൂട്ടിൻ്റെ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ നാളെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ഡിസ്കഷനൊക്കെ നടക്കുന്നത്. എങ്ങനെയായിരിക്കും ഷൂട്ട് വരുന്നതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞു ബെൽഫാസ്റ്റിലെ. അതിനുശേഷമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ലേറ്റായി പോയി. ഞാൻ സാധാരണ വീഡിയോസ് എടുക്കാൻ നേരത്ത് നമ്മൾ തിരിച്ച് ആ സ്ഥലത്തെത്തി ആ പരിപാടി സക്സസ് ആയതിനു ശേഷം മാത്രമേ ഞാൻ മിക്ക വീഡിയോസും പോസ്റ്റ് ചെയ്യാറുള്ളൂ, പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബിൻ്റെ. പിന്നെ ടൈമും കിട്ടാറില്ല ബൈ ദ വേ. അങ്ങനെ ഈവനിങ് ഒക്കെ ആയിട്ട് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. ഈ ഒരു റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്. ഇത് ഏതാണെന്ന് എനിക്കറിയില്ല. എനിവേ അറിയുന്നവരൊന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് ലൊക്കേഷൻ അയർലൻഡിലുള്ളവർക്ക് അറിയുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന ആളുകൾക്ക് പോകാൻ പറ്റുമല്ലോ. അതിനുശേഷം അയർലൻഡ് മൊത്തത്തിൽ ഞങ്ങളെ ഒന്ന് കാണിച്ചു തന്നു ബിബിനും സ്മിതയും കൂടെ. നല്ലൊരു ഡ്രൈവായിരുന്നു. നൈറ്റ് 9 o'clock ആയി, പക്ഷേ ലൈറ്റായിട്ട് ഇരുട്ടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഞാൻ ഇന്ത്യൻ ജേഴ്സിയും ലെവിക്കുട്ടൻ അയർലൻഡ് ജേഴ്സിയും ഒക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നുണ്ടായിരുന്നു 8 പേർക്ക്. അതുകൂടാതെ 40,000 pounds വരുന്ന ക്യാഷ് പ്രൈസും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹലോ, അങ്ങനെ ദേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. നമുക്കൊരൊറ്റ ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇതുവരെ മഴ പെയ്തിട്ടില്ല, നല്ല ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ സ്പോട്ടിലേക്ക് പോവാം. ഓക്കെ, എന്താ കഴിച്ചേ ഉച്ചയ്ക്ക്? ഞാൻ നല്ല ചോറും പോർക്കും മീനും പിന്നെ തോരനും സാമ്പാറും എല്ലാം കൂടെ ഓർത്തിരിക്കാൻ പറ്റുന്നത് കഴിച്ച് ഞാൻ ഭയങ്കര ക്ഷീണം, അതുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെന്നാ. ഇവിടെ നമുക്ക് എത്ര ദൂരം ഉണ്ട് ഓഫീസിലേക്ക്? 15 minutes യാത്രയേ ഉള്ളൂ. പക്ഷേ ഉറങ്ങാൻ 10 minute പോലും വേണ്ട, കാരണം അത്രയ്ക്ക് ഉറക്കക്ഷീണം ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. ഇവരുടെ ഒരു എന്താ പറയുക, നമ്മളെ അങ്ങ് ഫുഡ് കഴിപ്പിച്ച് കൊല്ലുക എന്ന് പറയത്തില്ലേ, ഇന്നലെ രാത്രിയിൽ അങ്ങനെ സംഭവിച്ചു. ഇന്ന് ഞങ്ങൾ ലൈറ്റായിട്ട് ചെറുതായിട്ട് ചെറിയ രീതിയിൽ തന്നെ ഇത്രയൊക്കെ കഴിച്ചോളൂ. ലെവിക്കുട്ടനെ നമ്മൾ വീട്ടിൽ ഏൽപ്പിച്ചു. ബിബിൻ ബ്രദറിൻ്റെ മൂത്ത മോൻ ജോഷുവ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ലെവിക്കുട്ടൻ സോ ഹാപ്പി. അവിടെ കളിക്കാൻ ഇഷ്ടം പോലെ കാറും ഉണ്ട്. അതുകൊണ്ട് അവൻ്റെ കാര്യം ഓക്കെ. ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. ചെറിയൊരു ഉറക്കം വരാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ ആ സമയത്ത് നോക്കിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നമുക്കെല്ലാം കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് തന്നെ രാത്രിയിൽ എയർപോർട്ടിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. നമുക്ക് രണ്ടാമത് ഷൂട്ട് ഉണ്ടായിരുന്നത് ക്വീൻസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു കേട്ടോ. ബിബിൻ ജോസഫ് ആക്ച്വലി ബെൽഫാസ്റ്റിൽ IA റെഗുലേറ്റർ ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറാണ്.
നമുക്ക് എന്ത് ഇമിഗ്രേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ബെൽഫാസ്റ്റിലുള്ളവർക്കും അതുപോലെ തന്നെ UK യിലുള്ളവർക്കും നിങ്ങൾക്ക് ബിബിനെ കോൺടാക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് ക്വീൻസ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെ എന്താണ് നമുക്ക് ഹോൾഡ് ഉണ്ടെന്നറിയാം, എന്നാലും നമ്മുടെ സർവീസിൽ എന്തൊക്കെയാണ് ഉള്ളത്? ക്വീൻസ് യൂണിവേഴ്സിറ്റി റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റി ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ്. ഇവിടെ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ഇവിടെ അഡ്മിഷൻസ് അസിസ്റ്റൻസ് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അഡ്മിഷൻ മാത്രമല്ല, അതോടുകൂടി ഇവിടെ എയർപോർട്ട് പിക്കപ്പ്, അവർക്ക് വേണ്ട അക്കോമഡേഷൻ അസിസ്റ്റൻസ്, പിന്നെ ജോബ് അസിസ്റ്റൻസ്, എല്ലാ രീതി പാസ്റ്റോറൽ കെയറും ഞങ്ങളുടെ കൂടെ കൊടുക്കും. ഗൈഡൻസ് പ്ലസ് കൊടുക്കും. ഞങ്ങളുടെ ഓഫീസ് ഇവിടുന്ന് 10 minutes away ആണ്, 10 മിനിറ്റ് ദൂരത്തിൽ. ഞങ്ങൾ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഓഫീസിലേക്ക് പോകത്തുള്ളൂ. കാരണം വെതറിൻ്റെ കാര്യമല്ലേ, അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ വന്നതാണ് കേട്ടോ. നമ്മളിവിടെ പാർക്കിംഗ് ഞാൻ പറയുന്ന ഇൻട്രോ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഔട്ടർ താഴെ നിന്ന് എടുക്കാം, വൈകിട്ടപ്പോൾ നമുക്ക് താഴെ നിന്ന് എടുക്കാം. സോ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുക്കാൻ പോകുന്നത്. ഇതല്ലേ മോനെ നോർത്തേൺ അയർലൻഡിൻ്റെ പാർലമെൻറ്റ് അല്ലേ? സോ നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഹലോ ഹായ്, ജെറിനെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ, പരിചയപ്പെട്ടില്ല. ജെറിന്റെ നാടോടെയാ? പാമ്പാടി കോട്ടയം. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, കുഞ്ഞൊക്കെ ഇവരുടെ വീട്ടിലുണ്ട്. എനിക്ക് ഇന്ന് നൈറ്റത്തെ ഫ്ലൈറ്റിന് പോകണം, ഷൂട്ടായിട്ട് വന്നതാണ്. പാർലമെൻറ്റിന് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളെ കണ്ടു കേട്ടോ. ഷെറിൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്, ഞങ്ങൾ ഒരേ പള്ളിയിലാണ്. ഷെറിൻ്റെ അപ്പ എൻ്റെ സാറും കൂടിയായിരുന്നു. ഷെറിൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം അയർലൻഡിൽ വന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഷെറിനെ ഒത്തിരി വർഷത്തിന് ശേഷം 10-15 വർഷത്തിന് ശേഷം കാണാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവളോട് വർത്താനം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് നേരം ഷൂട്ട് എടുക്കാൻ പോലും പറ്റിയില്ല. ഷെറിനും മോനും കൂടെ ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മോനിങ്ങനെ പറഞ്ഞു അതായത് ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന്. അവൾ കരുതി ആദ്യം ഞാനൊരു ഹിന്ദിക്കാരിയാണെന്ന്. പിന്നെ മലയാളം സംസാരിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് ഓടി വന്നിട്ട് ലിൻറ്റു എന്നൊരു വിളി. എൻ്റെ ഫുള്ള് കിളിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ക്ലൈമറ്റ് എല്ലാം ഓക്കെ ആയതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൻ്റെ അവിടെ ഷൂട്ട് കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ ഗൈഡൻസ് പ്ലസ് NIയുടെ ഓഫീസിലേക്ക് വന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മഴയുടെ ബഹളമൊക്കെ തുടങ്ങിയത്. എന്താല്ലേ, എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റി. കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും ഇമിഗ്രേഷനെ കുറിച്ചോ ILR PR 5 വർഷം കംപ്ലീറ്റ് ആവണോ എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നോർത്തേൺ അയർലൻഡിൻ്റെ അതുപോലെ തന്നെ UKയുടെയും ഏത് വിധമായിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് ഗൈഡൻസ് പ്ലസ് NI ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വീട്ടിൽ ചെല്ലുക, ഫുഡ് കഴിക്കുക, റെഡി ആവുക, എയർപോർട്ടിലേക്ക് പോവുക. നാളെ വേറൊരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, യേശുവിൻ നാമത്തിൽ എല്ലാ സകല നന്മകളും ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ലോകരാജ്യങ്ങൾ ക്രിസ്തുവിൽ പ്രശസ്തനാവട്ടെ. ക്രിസ്തുവിന്റെ വലിയ ശുശ്രൂഷകനാവട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവന്റെ ബർത്ത്ഡേ ഒരു ഗിഫ്റ്റ് ആയിട്ട് കർത്താവ് ഹീലിംഗും സ്പിരിച്വൽ ഗിഫ്റ്റും കൊടുത്തതിനാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ഞങ്ങളങ്ങനെ തിരിച്ച് സേഫായിട്ട് ലണ്ടനിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ലഭിക്കട്ടാ? അയ്യോ, ഓക്കെ, എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. ബൈ, ടേക്ക് കെയർ പറ. ഗോഡ് ബ്ലെസ് പറ. ഓക്കെ, അതേ സേഫായിട്ട് നമ്മൾ ലണ്ടനിലെത്തി. അപ്പോൾ ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.